ശബരിമല സ്വർണ്ണക്കള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകും. കൊള്ളയെ സംബന്ധിച്ച ചില വിവരങ്ങൾ ഒരു വ്യവസായി തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. സ്വർണ്ണക്കൊള്ളയുടെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാകും ചെന്നിത്തല മൊഴി നൽകുക. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് നൽകുന്നുണ്ട്. ദിസ്ന, ഗുഡ് മോർണിംഗ്. ദിസ്ന, ഇന്ന് നിർണായകമാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല തന്റെ പക്കൽ ചില നിർണായക തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര കള്ളക്കടത്തിന് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധമുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നത്. അപ്പോൾ എപ്പോഴാകും ഈ ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുക? അത് നിർണായകമാകില്ലേ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ? ദിസ്ന. അശ്വതി, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ SITക്ക് മുന്നിൽ മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല തയ്യാറായത്. പക്ഷേ ചില അസൗകര്യങ്ങൾ മൂലം അത് മാറ്റിവെക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ ഒരു വ്യവസായി മുഖേന തനിക്ക് ലഭിച്ചു എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. 500 കോടിയിലധികം രൂപയുടെ കച്ചവടമാണ് നടന്നിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിലാണ് ഇത്തരത്തിൽ ഇത് സംബന്ധിച്ച കത്ത് SITക്ക് താൻ അയച്ചിട്ടുണ്ട് എന്നൊരു കാര്യം രമേശ് ചെന്നിത്തല ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ SITക്ക് മൊഴി നൽകുമെന്നും രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയത്. പക്ഷേ SITയുടെ ചില അസൗകര്യം മൂലം അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് 3 മണിയോടുകൂടി തിരുവനന്തപുരം നീഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകുക എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മൊഴി നൽകുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ, രേഖകൾ തനിക്ക് ഒരു വ്യവസായി തന്നു എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. താൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ സമീപിക്കുകയായിരുന്നു എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അശ്വതി, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ സ്വർണം കണ്ടെത്താനൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനൻ TV ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യമാണ് അന്താരാഷ്ട്ര ബന്ധം, വിഗ്രഹ കച്ചവടക്കാരുമായുള്ളൊരു ബന്ധം ഇതിനുണ്ട് എന്നത് ജനൻ TV ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകളൊക്കെ തന്നെയും അതിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ്. അത്തരത്തിലൊരു വ്യവസായി മുഖേന ലഭിച്ച രേഖകൾ കൊണ്ടാണ് SITക്ക് മുന്നിൽ രമേശ് ചെന്നിത്തല ഇന്ന് 3 മണിക്ക് മൊഴി നൽകുക. അതോടൊപ്പം തന്നെ നിർണായക വിവരങ്ങൾ, രേഖകളൊക്കെ തന്നെയും SITക്ക് മുന്നിൽ സമർപ്പിക്കുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് 3 മണിയോടുകൂടി കടകംപള്ളിയെ സംരക്ഷിക്കാനൊരു നീക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ചെന്നിത്തല ഈ നിർണായക മൊഴി നൽകുമ്പോൾ സർക്കാർ അതിനെ എങ്ങനെയാകും പ്രതിരോധിക്കാൻ ശ്രമിക്കുക? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസന്വേഷണം എവിടെ എത്തി എന്നതിനെ സംബന്ധിച്ച നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഇതിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിനെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷേ ആദ്യഘട്ടം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരല്ല പ്രധാന പ്രതികൾ. അതിന് ഉദാഹരണമാണ് പത്മകുമാറിൻ്റെ മൊഴി എന്ന് പറയുന്നത്. തനിക്കൊരിക്കലും ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ കഴിയില്ല, തന്നെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ പാടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പത്മകുമാർ ഈ ജാമ്യ ഹർജിയിൽ ഉൾപ്പെടെ നൽകിയത് നമ്മൾ കണ്ടതാണ്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുന്നുണ്ടോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും രമേശ് ചെന്നിത്തല ആ വ്യവസായി നൽകിയ വിവരങ്ങൾ SITക്ക് കൈമാറാൻ പോകുമ്പോൾ ആർക്കൊക്കെയാണ് കുരുക്കായി മാറുക എന്നത് കാണേണ്ടതുണ്ട്. പറഞ്ഞതാണ് വ്യക്തം. ഇനി ചെന്നിത്തലയുടെ മൊഴി ആർക്കൊക്കെ കുരുക്കാകുമെന്നാണ് കേരളം കണ്ടറിയേണ്ടത്. ഇനി